സ്ത്രീകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരായത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഹിജാബിന്റെ ആയത്ത്. ഹിജാബിന്റെ ആയത്ത് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇന്നു ധരിക്കുന്ന ഈ വസ്ത്രം ധരിക്കണമെന്ന കൽപ്പന മുസ്ലിങ്ങൾക്ക്, സത്യവിശ്വാസിനികൾക്ക് അള്ളാഹു നൽകിയ ആ കൽപ്പന വന്ന ആയത്താണ് വിശുദ്ധ ഖുർആൻ ഞാൻ ഓതുന്നത്. ആ ആയത്തൊന്ന് ചിന്തിച്ചാൽ അതുപോലെയാണ് നമ്മുടെ വേഷം എന്ന് അറിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായി നിൽക്കാൻ പറ്റും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. യാ അയ്യുഹൻ നബി, ഏ പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക, നിന്റെ ഭാര്യമാരോട് നീ പറയണം. അള്ളാഹിന്റെ കൽപ്പനയാണ്. അതേപോലെ തന്നെ ബനാതിക, നിന്റെ പെൺമക്കളോട് നീ പറയണം. വനിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം. നിങ്ങളോടൊക്കെ പറയണം. ലോകത്ത് വരാൻ പോകുന്ന എല്ലാ സത്യവിശ്വാസിനികളോടും പറയണം. എന്താ പറഞ്ഞത് സഹോദരിമാരെ? ആ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവണ്ടേ? അത് നമ്മൾ നടപ്പിലാക്കണ്ടേ? എന്താണ് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് പറയണത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവിടെ മൂടുപടങ്ങളെ അവർ അവരുടെ ദേഹത്തുകൂടെ തൂക്കിയിടട്ടെ. എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ച എന്താ, ഒരു സ്ത്രീ തന്റെ ദേഹത്ത് ധരിക്കുന്ന ഒരു അടിസ്ഥാന വസ്ത്രം ഉണ്ടായിരിക്കും. ആ വസ്ത്രങ്ങൾക്ക് മുമ്പിൽ ദേഹത്ത് ഒട്ടിച്ചേരാത്ത ഒരു വസ്ത്രം അയഞ്ഞു കിടക്കേണ്ടത് അവരുടെ ദേഹത്തിൽ. ദേഹത്തിന്റെ ആകാരം വ്യക്തമാകാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രം അവിടെ ദേഹത്ത് തൂങ്ങിക്കിടക്കേണ്ടതുണ്ട്. നിങ്ങൾ അതിനെ എന്ത് വിളിച്ചാലും പ്രശ്നമല്ല, എന്ത് വസ്ത്രം എന്ന് വിളിച്ചാലും പ്രശ്നമല്ല. നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയോ ആകാരമോ കാണാത്ത ഒരു വസ്ത്രം നിങ്ങളുടെ ശരീരത്തിലൂടെ തൂക്കി. അപ്പൊ അന്ന് അവരൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അവരൊക്കെ വസ്ത്രം ധരിച്ചവരാണ്. ആ വസ്ത്രത്തിന് പുറമെ അവിടെ ദേഹത്തെ നിമ്നോന്നതികൾ കാണാത്ത, ആകാരം കാണാത്ത ഒരു വസ്ത്രം അവിടെ ധരിക്കാൻ വേണ്ടി പറയാണ്. അതാണ് ഹിജാബിന്റെ ആയത്ത്. അല്ലാതെ നഗ്നത മറക്കാനുള്ള കൽപ്പനയല്ല ഹിജാബിന്റെ ആയത്ത്. നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മൾ അങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. യുദ്നീന ആലൈഹിന്ന, അവിടെ മേലെയുടെ അവർ തൂക്കിയിടട്ടെ എന്നാണ്. മിൻ ജലാബീഹിന്ന, ജലാബീബിഹിന്ന, അവിടെ മൂടുപടങ്ങളിൽ നിന്നും. എന്നിട്ട് രണ്ടു കാര്യമാണ് പറഞ്ഞത്. എന്തിനാണ് അവരുടെ അങ്ങനെ വസ്ത്രധാരണം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്? ഒരു വസ്ത്രം മാന്യമായി ധരിച്ച ഒരു സ്ത്രീ, ആ വസ്ത്രത്തിൽ നിന്നാണ് അവിടെ മാന്യത മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. എന്താണ് മാന്യത അറിഞ്ഞാൽ, സാധാരണ ക്യാമ്പസിലൊക്കെ പോകുന്ന നിങ്ങളുടെ പെൺകുട്ടികളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരല്പം മോശപ്പെട്ട ഒരു വസ്ത്രം ഒരു സ്ത്രീ ധരിച്ചാൽ ആ സ്ത്രീ അങ്ങനത്തെ ഒരു മനസ്സുള്ള സ്ത്രീയാണെന്ന് നോക്കുന്നവൻ ധരിച്ചാൽ അതിലൊരിക്കലും കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ വസ്ത്രത്തിലേക്കും ദേഹത്തിലേക്കും നോക്കിയാൽ അറിയാൻ പറ്റും ഇവളൊരു മാന്യമായതയോടെയും സുരക്ഷിതത്വത്തോടു കൂടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ നോക്കിയാൽ മനസ്സിലാവണമെന്ന് ഇതൊരു മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സൂക്ഷ്മതയുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന വസ്ത്രം ധരിക്കണം എന്നാണ്. ഇപ്പൊ രണ്ടായി. ഒന്ന്, ദേഹത്തൊട്ടാകെ തൂങ്ങിക്കിടക്കുന്ന വസ്ത്രം. രണ്ട്, നമ്മളൊരു മര്യാദയോടുകൂടെ ജീവിക്കാനാകും. അപ്പൊ എവിടെയെങ്കിലും ശരീരത്തിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് വേഷത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് മനസ്സിലാവും? ഇവൾ ഒരു മര്യാദക്കാരിയല്ലെന്ന് മനസ്സിലാവും. അവിടെ നിങ്ങൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാവട്ടെ എന്നാണ്. ഇതിന് വ്യാഖ്യാനങ്ങൾ വായിക്കുമായി പറയുന്നുണ്ട്, അവിടുത്തെ അടിമ സ്ത്രീകൾ വളരെ വൃത്തികെട്ട നിലക്ക് പുരുഷന്മാരുമായി ഇടപെടുന്ന സ്ത്രീകളാണ് അടിമ സ്ത്രീകൾ. ആ അടിമ സ്ത്രീകളാണെന്ന് തോന്നിക്കുന്ന വസ്ത്രധാരണം ഇതിൽ വരരുത്. അവരല്ല നിങ്ങളെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റൂല, അവരുപദ്രവിക്കപ്പെടും. ഒന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പറ്റണം. മറ്റൊന്നെന്താ പറഞ്ഞത്? ഫലായുദൈൻ, അവർ ശല്യപ്പെടുത്താതിരിക്കാൻ മറ്റുള്ളവരിൽ നിന്നും മോശപ്പെട്ട കമന്റുകളോ വാക്കുകളോ നോട്ടങ്ങളോ നമ്മുടെ നേർക്ക് വരാതിരിക്കാൻ നമ്മുടെ വസ്ത്രവും വേഷവിധാനവും നമ്മൾ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു നമ്മോട് പറയണം. വകാനല്ലാഹു ഗഫൂറൻ റഹീമ. ഇനി ഈ രംഗത്തൊരു സൂക്ഷ്മത നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹു പുറത്തുതരും. നിങ്ങൾക്ക് മനസ്സിലായ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഒരു നല്ല വേഷവും നല്ലൊരു ഇസ്ലാമിക ജീവിതവും ജീവിക്കും.